ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രെഡ് ഗുലാബ് ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് ബ്രെഡാണ്. ഞാനൊരു 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ പോർഷനെല്ലാം മാറ്റിയിട്ട് ഈ വൈറ്റ് പോർഷൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു മിക്സറിലിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ബ്രെഡ് ക്രംസ് എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ നമുക്ക് കിട്ടിയാൽ മതി. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാല് നമ്മളുടെ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല ബോൾസ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ബോൾസ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്രാക്സ് ഒന്നും വീഴാൻ പാടില്ല. അപ്പം നല്ല സ്മൂത്തായിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് പ്രിപ്പയർ ചെയ്യാം. ഇതുപോലെ വിള്ളലില്ലാതെ വേണം നമുക്ക് ബോൾസ് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ജാമുൻസ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല, കാരണം ഇത് നന്നായിട്ട് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ജാമുൻസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് അധികം ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിരിക്കണം. ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇടാൻ. ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 നുള്ള് ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച ഏലക്കയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ പൊടിക്കാത്തതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ജാമുൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾക്ക് 2 മണിക്കൂർ നേരത്തേക്ക് അടച്ച് വയ്ക്കാം. നമ്മളുടെ ഈ ഷുഗർ സിറപ്പ് ഈ ഒരു ബ്രെഡ് ബോൾസിൽ പിടിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇപ്പം നമ്മുടെ ഗുലാബ് ജാംസ് റെഡി ആയിട്ടുണ്ട്. ഇതെപ്പോൾ വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ബ്രെഡ് മാത്രം മതിയാവും. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടി പൊടിച്ച് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.